വിവാദങ്ങളിൽ വീണ്ടും കുരുങ്ങി കേരളത്തിലെ കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ബീഹാർ ബി.ഡി പോസ്റ്റിലും ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ വിഭാഗം. വിവാദത്തിൽ ഹൈക്കമാൻഡ് കെ.പി.സി.സി നേതൃത്വത്തോട് വിശദീകരണം തേടി. കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിട്ടേക്കുമെന്ന സൂചന. രാജ്യത്തു തന്നെ ബി.ജെ.പിക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള വടി കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കർശന നടപടി വേണമെന്നാണ് എ.ഐ.സി.സിയുടെ നിലപാട്. വിവാദത്തിൽ ഹൈക്കമാൻഡ് കെ.പി.സി.സി നേതൃത്വത്തോട് വിശദീകരണം തേടി. വി.ടി. ബൽറാമാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ അധ്യക്ഷൻ. പി. സരിൻ പാർട്ടി വിട്ട ശേഷമാണ് ബൽറാമിന് പുതിയ പദവി നൽകിയത്. പക്ഷേ ബൽറാം സൂക്ഷ്മത കാട്ടിയില്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതിനു പിന്നാലെ തങ്ങൾക്കെതിരെ ഡിജിറ്റൽ മീഡിയ വിഭാഗം സൈബർ ആക്രമണം നടത്തിയെന്ന് മുതിർന്ന നേതാക്കളും പരാതി നൽകിയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. അത് പ്രതിരോധിക്കാൻ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന് ആയില്ലെന്നാണ് പരാതി. വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിട്ടേക്കുമെന്നാണ് സൂചന. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ വി.ടി. ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കണമെന്ന് താൻ തന്നെ കെ.പി.സി.സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ആവശ്യപ്പെട്ടെന്നുമാണ് വി.ടി. ബൽറാമിന്റെ വിശദീകരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.